ഇന്ന് സഭകളിൽ വ്യാപരിക്കുന്ന എല്ലാ സത്യത്തിൻ്റെ ആത്മാവല്ല പ്രിയപ്പെട്ടവരെ. സത്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കാത്തടുത്ത് സത്യമല്ലാത്ത പ്രവചനങ്ങളുണ്ട്, സത്യമല്ലാത്ത വചനമുണ്ട്. വചനം പഠിപ്പിക്കപ്പെടും. അതാണ് വ്യാജ ഉപദേഷ്ടാക്കളെന്ന് പറഞ്ഞത്, വ്യാജ പ്രവാചകന്മാരെന്നും പറഞ്ഞു. അപ്പോൾ അവിടെ വ്യാപരിക്കുന്ന ആത്മാവ് എന്താ? വഞ്ചനയുടെ ഒരു ആത്മാവാണ്. വഞ്ചനയുടെ ഒരു ആത്മാവ്. എന്തെങ്കിലും വഞ്ചനയുടെ ആത്മാവ് സഭയ്ക്കുള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കർത്താവേ, വഞ്ചനയുടെ ആത്മാവ് ഞങ്ങൾക്ക് വേണ്ട, വഞ്ചനയുടെ ആത്മാവിനെ ഞങ്ങൾ കേൾക്കത്തില്ല, ഞങ്ങൾ സത്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തട്ടപ്പ എന്ന് പറഞ്ഞ് നമുക്ക് ആ സത്യത്തിൻ്റെ ആത്മാവിനെ നമുക്കൊന്ന് വിധേയപ്പെടുത്തി കൊടുക്കാമോ? എത്ര പേരുന്ന് കേട്ട വചനം വെച്ചിട്ട് കർത്താവേ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ഞാൻ ഭൗതിക ചിന്ത ഉള്ളവനല്ല, പകരം നിത്യതയെക്കുറിച്ച് ബോധ്യമുള്ളവനായി. അടുത്തത്, എൻ്റെ ചിന്തകളും ആശയങ്ങളും അല്ല, പകരം ദൈവത്തിൻ്റെ ചിന്തകൾ എന്തെന്നുള്ളത് ഞാൻ അറിയാം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ചിന്തയുണ്ട്. God has thoughts for you. God has high purposes for you and your children. ഇല്ല, നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം വേണ്ടിയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എവിടെ അടുത്ത അഡ്മിഷനെന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെങ്കിൽ ഇന്ന് കേൾക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരം.